ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിലർ വന്നിട്ടുണ്ട്. സോ ട്രെയിലറിൻ്റെ ഏതാന്ന് വെച്ചാൽ ബ്ലാസ്റ്റ് അല്ലേ, അർജുൻ, നമ്മുടെ ലിയോയിലൊക്കെ ഉണ്ടായിരുന്ന അർജുൻ, ആക്ഷൻ സ്റ്റാറോ അങ്ങനെ എന്തോ ആണ് പുള്ളിനെ പറയുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് അറിയത്തില്ല. ആക്ഷൻ കിങ് ആണോ? അപ്പോൾ ആക്ഷൻ കിങ് അർജുൻ്റെ പുതിയ പടം. അർജുൻ മാത്രമല്ല, ഇതിനകത്ത് മറ്റേ പ്രീതി മുകുന്ദൻ അല്ലേ, പ്രീതി മുകുന്ദൻ, പിന്നെ മലയാളത്തിലുള്ള അഭിരാമിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പ് സബ്സ്ക്രൈബ് അല്ലേ, 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഉടൻ തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വളർച്ചയിൽ ഒരു പങ്കാളിയാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ട്രെയിലർ ഒന്ന് കണ്ടു അല്ലേ. ബ്ലാസ്റ്റ് ആവോ? எங்கேயாவது தப்பு நடக்கிறது நீ பார்த்து பாதிக்கப்பட்ட இடத்துல நமக்கு தெரிஞ்சவங்கள தான் இருக்கணுங்கிற அவசியம் இல்லை. யாருக்கு நேரம் இருந்தாலும் தட்டி கேட்கணும். முக்கியமான ஒரு டீலுக்காக இந்த படம் போகுது. ഒരു കണ്ടന്റ് இந்த வேலையை முடிக்க உன்னை விட பெட்டரான ஆள் என் மைண்ட்ல வரல. இப்போ திரும்ப வந்திருக்கானா சம்திங் பிக் இஸ் கோயிங் டு ஹேப்பன். சார் எல்லா செக் போஸ்டும் பிளாக் பண்ணி வச்சிட்டாரு. அவனால கண்டிப்பா சென்னை விட்டு வெளியில எங்கேயும் போயிருக்கவே முடியாது. அங்க இருந்த பொண்ணு எல்லாத்தையும் டீட்டெயிலா சொன்னா ரிஸ்க் எடுக்கணும். நோ, நல்லா விசாரிச்சனா. அவ அப்பா அவ அம்மா, அவ அப்பா ஒரு சாதாரண ஹெட்மாஸ்டர். அவங்க அம்மா வீட்டுல இருந்து வேலை செய்யற ஒரு டெய்லர். அந்த பொண்ணு அப்பா அம்மாவோட வீட்டுல இருக்கா. പൊണ്ണാരപ്പുറം ഫാമിലിനാ അത്. ചെന്ന് കയറിക്കൊടുല്ലേ രവി ബാസ്. അവരും എന്ത് ലുക്കല്ലേ. கராட்டே மாஸ்டர் பொண்ணா. ഓ, കരാട്ട മാസ്റ്ററാ തോന്നണ്ട. ബീസ്റ്റ് എന്നൊക്കെ എഴുതിയേക്കണമല്ലോ അല്ലേ. என்ன கொண்டுட்டா இதெல்லாம் முடிஞ்சிடும் நினைச்சியா? எனக்கும் மேல ஒருத்தர் இருக்கா. கை மாத்திரம் கண்டிப்பா உங்களை தேடி வருவான். റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സുഭാഷ് കെ രാജ്. കൊള്ളാം അല്ലേ, എന്നല്ലേ കൊള്ളാം. സാധാരണ ഈ പറയുന്ന ആ വീട്ടിലെ അച്ഛൻ മാത്രമാണ് ഇങ്ങനെ മാസം കണ്ട് കാണിച്ചു കേട്ടിട്ടുള്ളല്ലേ. എല്ലാരും മാസ്. എനിക്കൊന്ന് എല്ലാരും കരോട്ട അല്ലേ, കരോട്ടയൊക്കെ പഠിച്ചിട്ട് സെറ്റാന്ന് തോന്നുന്നു. എഴുതി കാണിച്ച ബ്ലാസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, മറ്റേ ബീസ്റ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന പോലെ. ഇത് സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റ് ആവുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ പടത്തിന്റെ നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ സ്റ്റോറി ഒക്കെ ഏകദേശം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തോന്നുന്നു. നമുക്കും ഒരു എന്താ പറയാ, അത് കാണാൻ വേണ്ടി ഒരു അല്ല, ഇൻട്രസ്റ്റ് തോന്നുന്നു. എനിക്ക് തോന്നിയത് ഇതിപ്പോ ട്രെയിലർ കണ്ടപ്പോൾ കഥ തോന്നിയെന്ന് വെച്ചാല്, ഇപ്പൊ ഇവരുടെ ഈ പറയുന്ന അർജുൻ്റെ വൈഫ് അഭിരാമിയുടെയും മോളായിട്ടാണ് പ്രീതി വരുന്നത് അല്ലേ. പ്രീതി ഇവരുടെ ഒരു പ്രശ്നം കാണുന്നുണ്ട്, വിറ്റ്നസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ വിറ്റ്നസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ കൊല്ലാൻ വേണ്ടി, സാധാരണ ഒരു കുടുംബം എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഒരു കോർപ്പറേറ്റ് ഗ്യാങ് ആണെന്ന് തോന്നുന്നു അല്ലേ. വില്ലന്റെ അവര് എല്ലാവരും വന്ന് ഇവരുമായിട്ടുള്ള ക്ലാഷും ഇവര് കുറച്ച് എന്റർടൈനിങ്. നല്ല ഫൈറ്റ് ഒക്കെ അടിപൊളിയല്ലേ. നമുക്കൊരു ഇതുണ്ട്, ആകാംക്ഷ അപ്പൊ ഈ അഭിരാമിയുടെ കിടിയൊക്കെ കൊള്ളല്ലേ. അഭിരാമിയൊക്കെ ഫൈറ്റ്. പിന്നെ അഭിരാമി ഞാൻ അഭിരാമിയുടെ ഫസ്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അതേപോലെയൊക്കെ തന്നെ ഉണ്ടല്ലേ. നീ പെട്ടെന്ന് കണ്ടപ്പോ നമ്മുടെ കാജൽ അഗർവാളൊക്കെ ഇല്ലേ, അതേപോലെയൊക്കെ തോന്നിയല്ലേ. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ പല സിനിമകളിലും നമ്മൾ ഇപ്പോൾ മമ്മൂക്ക അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഭയങ്കര യങ്ങായിട്ടിരിക്കുന്നു. പക്ഷെ ഇവരെല്ലാം നല്ല പ്രായം ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും അങ്ങനെ ഒരു ആരും പറഞ്ഞങ്ങനെ കണ്ടിട്ടില്ല, അയ്യോ കാണാൻ നല്ല ഇത്രയും യങ്ങായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു എഫേർട്ട് കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ. അവരാ പറഞ്ഞ സ്കിൻ കെയർ ആയിരുന്നാലും ബോഡി ആയിരുന്നാലും എല്ലാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പുള്ളിക്കാരി എനിക്കൊന്ന് യോഗയെ കരോട്ടയൊക്കെ എന്തൊക്കെയോ പുള്ളിക്കാരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പുള്ളിക്കാരി എനിക്കൊന്ന് കരോട്ടയോ കളരിയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പക്ഷേ ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് കഥ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ, ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഇതിപ്പോൾ ട്രെയിലർ ഭയങ്കര വലിയ പ്രതീക്ഷയോടെ ഒന്നും വന്നൊരു പടമല്ല. ചിലപ്പോൾ തിയേറ്ററിലോട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഇതേപോലത്തെ ട്രെയിലർ കണ്ടത്. ചിലപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ അഭിരാമി നമുക്ക്
അല്ല അങ്ങനെ ഞാൻ മനസ്സിലായി ഇതുണ്ടല്ലോ. ഇതൊരു സാധാ പടമായിട്ട് ഇറങ്ങിയിട്ട് ഉം. ഇത് തിയേറ്ററിലാണ് ഇപ്പൊ ഇവരുടെ ഈ പറയുന്ന ഫൈറ്റ് ഒക്കെ അവിടെയായിരുന്നു റിവീൽ ആവുന്നതെങ്കിൽ കുറച്ചുകൂടെ ഹൈ ആ, കിട്ടിയേനെ. അതെ അതെ. പക്ഷെ പക്ഷെ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ചിലപ്പോ ചിലപ്പോ അതിന് ആള് വലിയ കയറാൻ തിയേറ്ററിലെ ആള് ഇപ്പൊ കയറാൻ ഇങ്ങനെ വേണം. ആകുമ്പോൾ നമുക്കായാലും കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ഇത് കാണാൻ ഈ ഒരു ട്രെയിലർ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ കാണാൻ പോകാൻ അതെ, തോന്നുന്നുണ്ട് അല്ലേ? കാണാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് പക്ഷെ ഡേറ്റ് ആണ് പ്രശ്നം. ഡേറ്റ് എന്താണെന്ന് അറിയാമോ? ഡേറ്റ് 28. 28 മെയ് 26 ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്താണ്? അന്നാണ് കാട്ടാളൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കാട്ടാളൻ കാണാതെ പോയി എന്തായാലും ഇത് കാണാൻ പറ്റത്തില്ല. ഫസ്റ്റ് കാട്ടാളൻ കാണണം അല്ലേ? അതെ. അപ്പൊ എന്തായാലും കാട്ടാളന്റെ ട്രെയിലർ നമ്മൾ കണ്ടാണ്, ഓർമ്മയല്ലേ? അതെ, അതെ. ട്രെയിലർ ആയിരുന്നോ ടീസർ ആയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ I think ഓർമ്മയില്ലേ teaser പുഷ്പ ആണോ? റേഞ്ചർ സാധനം ഉം. ഇറങ്ങി വിട്ടത് Teaser നമ്മുടെ ആണോ എന്തായാലും? പെപ്പയുടെ. നമ്മള് മറ്റേ വേറെ ഫിലിമിന്റെ കൂടെ ആണല്ലോ. അത് തന്നെ കാട്ടാളനായിരിക്കും എന്തായാലും. ഫസ്റ്റ് വരവിന്റെ പോകുന്ന കൂടെ. കാട്ടാളനായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെ. ഇത് എന്തായാലും നല്ല അതെ നമുക്ക് കാണണം. അതെ അതെ. പ്രത്യേകിച്ച് അഭിരാമിയുടെ ഒക്കെ ഫൈറ്റ് കൊള്ളാം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാട്ടാളനായിരിക്കോ അതെ ബ്ലാസ്റ്റ് ആയിരിക്കോ കാണാൻ പോകുന്നതെന്ന് കമന്റ് ചെയ്യണം അല്ലേ? പിന്നെ നമ്മുടെ ദൃശ്യം ദൃശ്യം വരുന്നു. കാത്തിരിപ്പിന്റെ എത്ര 7 വർഷമാണോ? എത്ര വർഷമാണോ? ദൃശ്യം 2 അല്ലല്ല എനിക്കൊന്ന് 6-7 വർഷമായി. അപ്പൊ അതിന്റെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. എന്ത് സംഭവിക്കും? ജോർജ് കുട്ടി ഇനി എന്താണ്? ഇവന്മാരൊക്കെ വന്ന് പറയുന്നുണ്ട്, അതിന്റെ ഡയറക്ടർ ജിത്തു ജോസഫ് ഒക്കെ വന്ന് പറയുന്നുണ്ട് ഇതൊരു ഫാമിലി ഡ്രാമയാണെന്നൊക്കെ. പക്ഷെ ചെയ്യാതിരിക്കാനാ. പക്ഷെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ എല്ലാം അങ്ങ് മുകളില അല്ലേ? ദൃശ്യം വരുമ്പം ആൾക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയോ പുള്ളിക്കാരനെ ഇതിൽ വെച്ചിട്ടുണ്ട്. അത് കാണാതിരിക്കത്തില്ല. അത് ശരിയാ. അത് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി അവരൊന്നും മണ്ടന്മാരൊന്നും അല്ല. അപ്പൊ എന്തായാലും നാളെ അല്ല മറ്റന്നാളല്ലേ? മറ്റന്നാൾ 8 മണിക്കാണ് ഫസ്റ്റ് ഷോ. ഇപ്പോൾ നമുക്കൊക്കെ 8 മണിക്കാണ്. ഇനിയിപ്പം അതിന് മുമ്പ് എവിടെയെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതിന് മുമ്പ് ഷോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ 8 മണിക്ക് എന്തായാലും ദൃശ്യത്തിന്റെ കാണണം. ദൃശ്യം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് വൈകിട്ട് വിചാരിച്ച് നാളെയാണ് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ നാളെ ഇപ്പോൾ ഇനി തമ്മിൽ അതിനെ റിവ്യൂ ഇടാൻ വേണ്ടി തമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ദൃശ്യം കാണാൻ പറ്റുന്ന ദൃശ്യം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ദൃശ്യത്തിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലാസ്റ്റിന്റെ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക അല്ലേ? നമുക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അതേപോലെ ബ്ലാസ്റ്റ് ആണോ അതേപോലെ കാട്ടാളനാണോ നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ? അതേപോലെ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചീത്ത വിളിക്കാം, പരസ്യമായിട്ട് ചീത്ത വിളിക്കാം. ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അവർ പറയാമോ നിങ്ങൾ കമന്റ് ബോക്സിൽ ചീത്ത വിളിക്കുന്നു? ധൈര്യമായിട്ട് ചീത്ത വിളിക്കും, ഇഷ്ടമുള്ള ചീത്ത വിളിക്കാം, എല്ലാം ഓപ്പൺ അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുക, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചീത്ത വിളിക്കുക അല്ലേ? അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.